നിലമ്പൂർ മത്സരം ഭയങ്കര കടുകട്ടിയാണ്. അൻവർ ജയിക്കോ ആരോടും ജയിക്കോ സ്വരാജ് ജയിക്കോ എന്ന് പറയാൻ പറ്റില്ല. അത്രക്കും ഉണ്ട് പ്രശ്നങ്ങൾ. വെച്ചാൽ ഇവർ UDF LDF മാറി മാറി ഭരിച്ചിട്ട് ഇവിടെ വികസനം കാര്യമായിട്ട് വന്നത്. ഇത് കണ്ടില്ലേ ബൈപ്പാസിൻ്റെ അവസ്ഥ. ഈ ബ്ലോക്ക് തന്നെ ഇത് ഇവിടെ ഉണ്ടെങ്കിൽ എപ്പോഴും ബ്ലോക്ക് തന്നെ. ആദ്യം ചന്തക്കുന്ന് ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവർ ഇലക്ഷൻ തുടങ്ങിയതോടുകൂടി നിലമ്പൂർ ആകെ ബ്ലോക്കായി പോയി. ഈ ബ്ലോക്ക് മാറുക എന്നുള്ളതാണ് നിലമ്പൂർക്കാരെ ഏറ്റവും വലിയ ഒരു ആവശ്യം. സാധ്യത ആർക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും ശക്തമായിട്ടുള്ള പോരാട്ടമായിരിക്കും. പിണറായി സർക്കാരിൻ്റെ നല്ല ഭരണത്തിനുള്ളൊരു അംഗീകാരം. സ്വരാജ് നാട്ടുകാരനാണ്, നല്ലൊരു പ്രാസംഗികനാണ്, നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണ്. സ്വരാജിനെ ജയിക്കുള്ളൂ, സ്വരാജ് ജയിക്കണം. ഇലക്ഷൻ ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല. 9 വർഷത്തിന് ശേഷം ഒരു മാറ്റം തീർച്ചയായിട്ടും നിലമ്പൂരിന് വേണം. അത് ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. 9 വർഷത്തിന് ശേഷമല്ലേ. എന്തായാലും ഇവിടെ നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്നുള്ളതിന് ആ കാര്യത്തിൽ യാതൊരു തർക്കമല്ല. 9 വർഷം LDFൻ്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിട്ടുള്ളൊരു അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാലോ ഈ നാടിന്. അപ്പോൾ എന്തായാലും ആളുകൾ തിരഞ്ഞെടുക്കും. മത്സരമൊക്കെ ശക്തമായ മത്സരം തന്നെ നടക്കണേ. അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരും സ്വരാജ് ജയിക്കും എന്നുള്ളതാണ്. കാരണം മൂപ്പര് നല്ലൊരു കാൻഡിഡേറ്റാണ്, നന്നായി സംസാരിക്കും, പിന്നെ നല്ല വാഗ്മിയാണ്, മറ്റുള്ളവരെ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്യില്ല. നല്ല പാർട്ടി പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ സ്വരാജിനാണ് പ്രതീക്ഷ. ജനങ്ങൾക്ക് എന്നും നല്ലത് വരുത്തണം, പാവങ്ങളുടെ കൂടെ നിൽക്കണം, പാവങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന നല്ലൊരു MLA നിലമ്പൂരിന് ആവശ്യമാണ്.